നമസ്കാരം, ജന്മഭൂമിയിലേക്ക് സ്വാഗതം. വാർത്തകൾ ചുരുക്കത്തിൽ. ആരോഗ്യവകുപ്പ് ഡയറക്ടർ ഡോക്ടർ KJ റെജീനയുടെ സ്ഥലമാറ്റവുമായി ബന്ധപ്പെട്ട് കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽ പുറപ്പെടുവിച്ച സ്റ്റേ ഉത്തരവിനെതിരെ സർക്കാർ നൽകിയ അപ്പീലിൽ ഇന്ന് വിധി അറിയാം. ഇന്നലെ വിശദമായ വാദം കേട്ട ഹൈക്കോടതി ഇന്ന് വിധി പറയാനായി അപ്പീൽ മാറ്റുകയായിരുന്നു. കേസിൽ സർക്കാരിന്റെയും എതിർഭാഗത്തിന്റെയും വിശദമായ വാദങ്ങൾ കേട്ട ശേഷമാണ് കോടതി വിധി പറയാനായി മാറ്റിവെച്ചത്. DHS സ്ഥാനത്ത് ഡോക്ടർ റീന 3 വർഷമായി സേവന കാലാവധി പൂർത്തിയാക്കിയതായി സർക്കാർ ഹൈക്കോടതിയെ അറിയിച്ചു. KSU യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ മർദ്ദിച്ച കേസിലെ അട്ടിമറി നടത്തിയ SIT റിപ്പോർട്ട് DGPക്ക് നൽകി. SP ഷൗക്കത്ത് അലി നേരിട്ടാണ് റിപ്പോർട്ട് DGPക്ക് കൈമാറിയത്. അന്വേഷണത്തിൽ അട്ടിമറി നടന്നുവെന്നാണ് SITയുടെ കണ്ടെത്തൽ. MR അജിത് കുമാറിനെതിരായ ഉദ്യോഗസ്ഥരുടെ മൊഴിയും രേഖകളും റിപ്പോർട്ടിന്റെ ഭാഗമായി നൽകിയിട്ടുണ്ട്. ADGP MR അജിത് കുമാറിന്റെ കാലത്ത് കേസ് ഡയറി തിരുത്തിയെന്ന മൊഴിയുടെ അടിസ്ഥാനത്തിലായിരുന്നു SIT അന്വേഷണം. സംസ്ഥാനത്ത് കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ച് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. നാളെ ഒരു ജില്ലയിലും മഴ മുന്നറിയിപ്പില്ല. മറ്റന്നാൾ പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, എറണാകുളം ജില്ലകളിലും യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും മത്സ്യബന്ധനത്തിന് വിലക്ക് തുടരും. സൊമാലിയൻ തീരം, തെക്കു പടിഞ്ഞാറൻ അറബിക്കടൽ, മധ്യ പടിഞ്ഞാറൻ അറബിക്കടൽ എന്നിവിടങ്ങളിൽ മണിക്കൂറിൽ 45 മുതൽ 55 കിലോമീറ്റർ വരെയും ചില അവസരങ്ങളിൽ 65 കിലോമീറ്റർ വരെയും ശക്തമായ കാറ്റിന് സാധ്യതയുണ്ട്. കൊങ്കൺ തീരം, ഗോവ തീരം, മധ്യകിഴക്കൻ അറബിക്കടൽ, അതിനോട് ചേർന്ന കേരള തീരം, കന്യാകുമാരി പ്രദേശം, അതിനോട് ചേർന്ന ലക്ഷദ്വീപ് പ്രദേശം, തമിഴ്നാട് തീരം, ഗൾഫ് ഓഫ് മന്നാർ, തെക്കു പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടൽ, മധ്യ പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടൽ എന്നിവിടങ്ങളിൽ മണിക്കൂറിൽ 40 മുതൽ 50 കിലോമീറ്റർ വരെയും ചില അവസരങ്ങളിൽ 60 കിലോമീറ്റർ വരെയും ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുണ്ട്. ഈ പ്രദേശങ്ങളിൽ മത്സ്യബന്ധനത്തിന് പോകാൻ പാടുള്ളതല്ലെന്ന് കാലാവസ്ഥാ വകുപ്പ് നിർദ്ദേശിച്ചു. വീര്യം കുറഞ്ഞ മദ്യത്തിന് ഇളവ് പ്രഖ്യാപിച്ച VD സതീശൻ സർക്കാരിന്റെ നടപടിയിൽ മന്ത്രിസഭയിലും UDFിലും തർക്കം രൂക്ഷമാകുന്നു. മദ്യം വ്യാപകമാക്കുന്ന നയത്തിനെതിരെ കൂടുതൽ പേർ വിമർശനവുമായി രംഗത്തെത്തിയതോടെ തർക്കത്തിനും വീര്യമേറി. വകുപ്പ് മന്ത്രിയോട് പോലും ആലോചിക്കാതെ VD സതീശന്റെ കന്നി ബജറ്റിലെ പ്രഖ്യാപനമാണ് മുന്നണിക്കുള്ളിൽ വലിയ ഭിന്നതയ്ക്ക് കാരണമായത്. എക്സൈസ് മന്ത്രി M ലിജുവും ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയുമാണ് പരസ്യമായി ആദ്യം രംഗത്തു വന്നത്. തൊട്ടു പിന്നാലെ മുഖ്യമന്ത്രി സ്ഥാനത്ത് കൂടുതൽ പേരുടെ പിന്തുണയും മുൻതൂക്കവും ഉണ്ടായിട്ടും സ്ഥാനം നഷ്ടപ്പെട്ടതിന്റെ പക തീർക്കാൻ AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാലും രംഗത്തെത്തി. നയപരമായ ഒരു തീരുമാനവും എക്സൈസ് എടുത്തിട്ടില്ലെന്നും വീര്യം കുറഞ്ഞ മദ്യം വിൽക്കണോ എന്ന കാര്യം തീരുമാനിച്ചിട്ടില്ലെന്നും പറഞ്ഞാണ് M ലിജു മുഖ്യമന്ത്രിയുടെ തീരുമാനത്തെ തള്ളിയത്. പശ്ചിമഘട്ടത്തിലെ പരിസ്ഥിതി ലോല പ്രദേശങ്ങൾ കണ്ടെത്തിയ കസ്തൂരി രംഗൻ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ഗുജറാത്ത്, ഗോവ, മഹാരാഷ്ട്ര സംസ്ഥാനങ്ങളിൽ ഉടൻ അന്തിമ വിജ്ഞാപനം ഇറക്കാനുള്ള നടപടികളിലേക്ക് കേന്ദ്രം വനം പരിസ്ഥിതി മന്ത്രാലയം. തർക്കം കാരണം കേരളം, തമിഴ്നാട്, കർണാടക സംസ്ഥാനങ്ങളിൽ അന്തിമ വിജ്ഞാപനം വൈകും. തമിഴ്നാടുമായി ചർച്ച പുരോഗമിക്കുകയാണ്. ഈ 3 സംസ്ഥാനങ്ങൾക്കുമായി കരടിൽ വീണ്ടും തിരുത്തൽ വരുത്തേണ്ടി വരുമെന്നാണ് സൂചന. ഇതിനകം 6 തവണ തിരുത്തൽ വരുത്തി. വൈറ്റിലയിലെ അപകടാവസ്ഥയിലായ ആർമി ഫ്ളാറ്റ് സമുച്ചയം നിയന്ത്രിത സ്ഫോടനത്തിലൂടെ പൊളിക്കാനുള്ള നടപടികൾക്ക് താൽക്കാലിക ബ്രേക്കിട്ട് ഹൈക്കോടതി. ടെൻഡർ നടപടികളുമായി ബന്ധപ്പെട്ട് ഉയർന്ന തർക്കത്തെ തുടർന്നാണ് അന്തിമ തീരുമാനം വരുന്നതുവരെ പൊളിക്കൽ നടപടികൾ നിർത്തിവെക്കാൻ കോടതി നിർദ്ദേശിച്ചത്. 26 നിലകളുള്ള ഇരട്ട ടവറുകൾ പൊളിക്കുന്നതിനായി ടെൻഡർ നടപടിയിൽ നിന്ന് ഒഴിവാക്കപ്പെട്ട ചെന്നൈ ആസ്ഥാനമായ PK യൂണിക് എന്ന കമ്പനിയാണ് കോടതിയെ സമീപിച്ചത്. ഏറ്റവും കുറഞ്ഞ തുക കോട്ട് ചെയ്തിട്ടും തങ്ങളെ പരിഗണിക്കാതിരിക്കുന്നത് നിയമവിരുദ്ധമാണെന്നാണ് ഹർജിക്കാരുടെ പ്രധാന വാദം. അതേസമയം പൊളിക്കലിന് മുന്നോടിയായുള്ള അനുബന്ധ നടപടികളുമായി ജില്ലാ ഭരണകൂടത്തിന് മുന്നോട്ടു പോകുന്നതിന് വിലക്കില്ലെന്ന് കോടതി നിരീക്ഷിച്ചു. മരടിലെ ഫ്ളാറ്റുകൾ നിയന്ത്രിത സ്ഫോടനത്തിലൂടെ വിജയകരമായി പൊളിച്ച എഡിഫൈഡ് എന്ന കമ്പനിക്കാണ് വൈറ്റില ഫ്ളാറ്റ് പൊളിക്കുന്ന കരാർ നൽകിയിരിക്കുന്നത്. പ്രവൃത്തി പരിചയവും സാങ്കേതിക മികവും പരിഗണിച്ചാണ് കരാർ നൽകിയതെന്നാണ് ബന്ധപ്പെട്ടവരുടെ വിശദീകരണം. സംസ്ഥാനത്ത് വൈദ്യുതി ലഭ്യതയിൽ താൽക്കാലിക പുരോഗതി ഉണ്ടായതോടെ ശനി, ഞായർ ദിവസങ്ങൾക്കായി ആസൂത്രണം ചെയ്തിരുന്ന വൈദ്യുതി നിയന്ത്രണങ്ങൾ ഒഴിവാക്കി. തമിഴ്നാട്, കർണാടക ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ നിന്ന് അധിക വൈദ്യുതി ലഭിച്ചതും പവർ കോറിഡോറിൽ തടസ്സങ്ങളില്ലാതിരുന്നതുമാണ് KSEBക്ക് ആശ്വാസമായത്. കോഴിക്കോട് ജില്ലയിൽ ഷിഗല്ല രോഗബാധ വീണ്ടും സ്ഥിരീകരിച്ചതോടെ ആരോഗ്യവകുപ്പ് ജാഗ്രത ശക്തമാക്കി. നാദാപുരം കുമ്മങ്കോട് സ്വദേശിയായ 7 വയസ്സുകാരിക്കാണ് രോഗം സ്ഥിരീകരിച്ചത്. ഷിഗല്ലയുടെ ലക്ഷണങ്ങൾ പ്രകടമായതിനെ തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് രോഗബാധ സ്ഥിരീകരിച്ചത്. രോഗം കണ്ടെത്തിയ പ്രദേശത്ത് പ്രതിരോധ നടപടികൾ വ്യാപിപ്പിച്ചിട്ടുണ്ടെന്നും ആരോഗ്യവകുപ്പ് വ്യക്തമാക്കി. സംസ്ഥാനത്ത് ഷിഗല്ല കേസുകളും മരണങ്ങളും ഏറ്റവും കൂടുതൽ റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന ജില്ലയായി കോഴിക്കോട് തുടരുകയാണ്. കേരളത്തിലേക്കുള്ള മുട്ടവരവ് കുത്തനെ കുറഞ്ഞതോടെ സംസ്ഥാനത്ത് മുട്ടവില സർവ്വകാല റെക്കോർഡിലേക്ക്. കേരളത്തിലേക്ക് പ്രധാനമായും മുട്ടയെത്തുന്ന
തമിഴ്നാട്ടിലെ നാമക്കല്ലിൽ മൊത്തവില ഏറ്റവും ഉയർന്ന നിരക്കായ 6.45 രൂപയിലെത്തിയതോടെയാണ് പൊതുവിപണിയിൽ 6 രൂപയുണ്ടായിരുന്ന മുട്ടവില 8 രൂപയിലേക്ക് ഉയർന്നത്. കഴിഞ്ഞ ഏപ്രിൽ മെയ് മാസങ്ങളിലുണ്ടായ കടുത്ത ചൂടിൽ ഫാമുകളിൽ കോഴികൾ കൂട്ടത്തോടെ ചത്തൊടുങ്ങിയിരുന്നു. ഇത് മുട്ട ഉൽപാദനത്തിൽ 25% ഇടിവാണ് വരുത്തിയത്. ഇതിനു പുറമെ സ്കൂളിലെ ഉച്ചഭക്ഷണ പദ്ധതിക്കായി തമിഴ്നാട്ടിൽ മാത്രം പ്രതിദിനം 75 ലക്ഷത്തോളം മുട്ടകൾ അവിടെ തന്നെ മാറ്റിവെക്കുന്നുണ്ട്. ബാക്കി വരുന്ന മുട്ടകൾ മാത്രമാണ് കേരളം ഉൾപ്പെടെയുള്ള ഇതര സംസ്ഥാനങ്ങളിലേക്ക് എത്തുന്നത്. വിപണിയിൽ ലഭ്യത കുറവാണെങ്കിലും മുട്ടയുടെ ആവശ്യകത വലിയ തോതിൽ ഉയർന്നത് പ്രതിസന്ധി രൂക്ഷമാക്കി. സംസ്ഥാനത്ത് ട്രോളിംഗ് നിരോധനം തുടരുന്നതിനിടെ ജില്ലയിൽ മത്സ്യവില കുത്തനെ ഉയർന്നു. വിപണിയിൽ മീൻ ലഭ്യത കുറഞ്ഞതും ആവശ്യക്കാർ കൂടിയതുമാണ് വിലക്കയറ്റത്തിന് പ്രധാന കാരണം. മത്സ്യപ്രേമികളുടെ പ്രിയ വിഭവങ്ങൾക്കെല്ലാം ഇപ്പോൾ തീവിലയാണ്. ഇത് സാധാരണക്കാരെ പ്രതിസന്ധിയിലാക്കി. ട്രോളിംഗ് നിരോധനത്തിന് മുമ്പുള്ള വിലയേക്കാൾ കിലോയ്ക്ക് 100 രൂപയിലധികം വർധനവാണ് പല മീനുകൾക്കും. കൊല്ലം കടയ്ക്കലിൽ അമ്മയോടൊപ്പം സ്കൂട്ടറിൽ പോകവെ ബസ് തട്ടി വീണ് 13-കാരൻ മരിച്ചു. കടയ്ക്കൽ മുകുനേരി സ്വദേശി നവനീതാണ് മരിച്ചത്. ബസ് സ്കൂട്ടറിനെ മറികടക്കാൻ ശ്രമിക്കവെ തട്ടുകയായിരുന്നു. ഇതോടെ സ്കൂട്ടർ നിയന്ത്രണം തെറ്റി മനു ബസ്സിനടിയിലേക്ക് വീഴുകയായിരുന്നു. അമ്മ സന്ധ്യയ്ക്ക് നിസ്സാര പരിക്കാണുള്ളത്. ഗുരുവായൂർ ക്ഷേത്രത്തിലെ ജൂൺ മാസത്തിലെ ഭണ്ഡാരമെണ്ണൽ പൂർത്തിയായപ്പോൾ 8,50,661 രൂപ ലഭിച്ചു. 1 കിലോയിലേറെ സ്വർണവും ലഭിച്ചു. 9 കിലോഗ്രാം വെള്ളിയും ലഭിച്ചു. കേന്ദ്ര സർക്കാർ പിൻവലിച്ച 2000 രൂപയുടെ 15 നോട്ടുകളും നിരോധിച്ച 1000 രൂപയുടെ 14 നോട്ടുകളും 500-ന്റെ 60 നോട്ടുകളും ലഭിച്ചു. ഈ ഭണ്ഡാരങ്ങൾ വഴി ലഭിച്ച തുകകൾക്ക് പുറമെയാണ് ഇത്. കാനറ ബാങ്ക് ഗുരുവായൂർ ശാഖയ്ക്കായിരുന്നു എണ്ണൽ ചുമതല. ഈ ഭണ്ഡാരങ്ങളിലൂടെയും കാര്യമായ വരുമാനം ലഭിച്ചു. കിഴക്കേനടയിലെ SBI ഈ ഭണ്ഡാരത്തിലൂടെ 4,60,426 രൂപയും പഞ്ചാബ് നാഷണൽ ബാങ്ക് ഈ ഭണ്ഡാരത്തിലൂടെ 31,037 രൂപയും ലഭിച്ചു. പടിഞ്ഞാറേ നടയിലെ UBI ഈ ഭണ്ഡാരത്തിൽ നിന്ന് 1,07,226 രൂപയും ഇന്ത്യൻ ബാങ്ക് ഈ ഭണ്ഡാരത്തിലൂടെ 61,864 രൂപയും ICICI ഈ ഭണ്ഡാരത്തിലൂടെ 43,952 രൂപയും ധനലക്ഷ്മി ബാങ്ക് ഈ ഭണ്ഡാരത്തിലൂടെ 1,82,432 രൂപയും ലഭിച്ചു. കണ്ണൂർ കേളകത്ത് ജനവാസ മേഖലയിൽ മണിക്കൂറുകളോളം ഭീതി പരത്തിയ പുലി ഒടുവിൽ കൂട്ടിലായി. തിങ്കളാഴ്ച രാത്രി 8:30-ഓടെയാണ് പുലി കൂട്ടിലായത്. വനം വകുപ്പ് സ്ഥാപിച്ച കൂട്ടിലാണ് പുലി കുടുങ്ങിയത്. ഇതോടെ പ്രദേശത്ത് ആശങ്ക അകന്നു. കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി പ്രദേശത്ത് പുലിയുടെ സാന്നിധ്യമുണ്ടായിരുന്നതായി നാട്ടുകാർ പറയുന്നു. ശനിയാഴ്ച രാത്രിയോടെ വളർത്തുമൃഗങ്ങളെ കടിച്ചുകൊന്നത് ശ്രദ്ധയിൽപ്പെട്ടതോടെ നാട്ടുകാർ വനം വകുപ്പിൽ അറിയിക്കുകയായിരുന്നു. തുടർന്ന് ഉദ്യോഗസ്ഥരെത്തി പരിശോധന നടത്തി. വളർത്തുമൃഗങ്ങളുടെ മുറിവ് പരിശോധിച്ചതിൽ നിന്ന് ആക്രമണത്തിന് പിന്നിൽ പുലിയാണെന്ന് സ്ഥിരീകരിച്ചതോടെയാണ് കൂട് സ്ഥാപിച്ചത്. തിങ്കളാഴ്ച ഉച്ചയ്ക്ക് ഉത്തർപ്രദേശിലെ ലക്നൌവിൽ അലിഗഡ് പ്രദേശത്തെ പുരിയാന സെക്ടർ ഡിയിലെ 3 നില വാണിജ്യ കെട്ടിടത്തിലുണ്ടായ തീപിടുത്തത്തിൽ അനിമേഷൻ പരിശീലന കേന്ദ്രവും ഗെയിമിംഗ് സോണിലുമായി ബന്ധപ്പെട്ട വിദ്യാർത്ഥികളും യുവ പ്രൊഫഷണലുകളുമായ 15 പേർ കൊല്ലപ്പെടുകയും 1 ഡസനിലധികം പേർക്ക് ഗുരുതരമായി പരിക്കേൽക്കുകയും ചെയ്തു. ബേസ്മെന്റിൽ സ്ഥാപിച്ചിരുന്ന LED ബിൽബോർഡിലെ ഷോർട്ട് സർക്യൂട്ട് മൂലമാണ് ഉച്ചയ്ക്ക് 2 മണിയോടെ തീപിടുത്തമുണ്ടായതെന്ന് ഉദ്യോഗസ്ഥർ പറഞ്ഞു. റെസിഡൻഷ്യൽ ഉപയോഗത്തിനായി ഉദ്ദേശിച്ചിരുന്ന സ്ഥലത്താണ് കെട്ടിടം പണിതത്. അതിൽ ഫയർ NOC ഉണ്ടായിരുന്നില്ല. കെട്ടിട ബൈലോകൾ പ്രകാരം 15 മീറ്ററിൽ കൂടുതൽ ഉയരമുള്ള കെട്ടിടങ്ങൾക്ക് അത്തരം സർട്ടിഫിക്കറ്റുകൾ ആവശ്യമാണ്. എന്നാൽ ഈ സമുച്ചയം ആ ഉയരത്തിൽ കുറവായിരുന്നുവെന്ന് ലക്നൌവിലെ ചീഫ് ഫയർ ഓഫീസർ അങ്കുഷ് മിത്തൽ പറഞ്ഞു. NOCക്കായി ഓപ്പറേറ്റർമാർ ഞങ്ങളെ സമീപിച്ചിരുന്നില്ല, അദ്ദേഹം കൂട്ടിച്ചേർത്തു. തൃണമൂൽ കോൺഗ്രസിന്റെ നിയന്ത്രണത്തിനായുള്ള പോരാട്ടം കൂടുതൽ ശക്തമാകാൻ പോകുന്ന ഒരു പ്രധാന നീക്കത്തിൽ ഋതുപ്രത ബാനർജിയുടെ നേതൃത്വത്തിലുള്ള വിമത വിഭാഗം തിങ്കളാഴ്ച മുതിർന്ന MLA അരൂപ് റോയിയെ യഥാർത്ഥ തൃണമൂൽ കോൺഗ്രസ് എന്ന് വിശേഷിപ്പിച്ചതിന് പിന്നാലെ ചെയർപേഴ്സണായി നാമനിർദ്ദേശം ചെയ്തു. നിയമനത്തിന് പിന്നാലെ ദേശീയ ജനറൽ സെക്രട്ടറി അഭിഷേക് ബാനർജിയെ സസ്പെൻഡ് ചെയ്തതായും വിമതർ പ്രഖ്യാപിച്ചു. രാജ്യത്തെ പൊതുമേഖലാ ബാങ്കുകളുടെ കിട്ടാക്കടം പിരിക്കുന്ന സംവിധാനത്തിലെ അവിശുദ്ധ കൂട്ടുകെട്ടുകൾ തുറന്നുകാട്ടി രൂക്ഷമായി വിമർശിച്ചു സുപ്രീം കോടതി. ബാങ്കുകളും വായ്പ എടുത്തവരും ആസ്തി പുനർനിർമ്മാണ കമ്പനിയുമായി അവിശുദ്ധ കൂട്ടുകളുണ്ടെന്ന് ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത്, ജസ്റ്റിസ് V. മോഹന എന്നിവരടങ്ങിയ ബെഞ്ച് നിരീക്ഷിച്ചു. വായ്പ എടുത്തവരിൽ നിന്ന് കിട്ടാക്കടം തിരിച്ചുപിടിക്കുന്നതിന് ആസ്തി പുനർനിർമ്മാണ കമ്പനികൾ അഥവാ അസറ്റ് റീകൺസ്ട്രക്ഷൻ കമ്പനികളെയാണ് ബാങ്കുകൾ ആശ്രയിക്കുന്നത്. ഇത്തരം കമ്പനികൾ രൂപീകരണം പുനഃപരിശോധിക്കണമെന്നും കോടതി പറഞ്ഞു. ദക്ഷിണ ഭാരതത്തിൽ ഓടുന്ന വന്ദേ ഭാരത് എക്സ്പ്രസുകൾ വരുമാനത്തിലും യാത്രക്കാരുടെ എണ്ണത്തിലും ചരിത്രം രചിക്കുന്നു. കേരളം, തമിഴ്നാട്, കർണാടക, ആന്ധ്രാപ്രദേശ് എന്നീ സംസ്ഥാനങ്ങളെ ബന്ധിപ്പിച്ച് ഓടുന്ന 24 വന്ദേ ഭാരത് എക്സ്പ്രസുകളിൽ 2025-26 77.38 ലക്ഷം പേരാണ് യാത്ര ചെയ്തത്. ഇതുവഴി വരുമാനം
803.86 കോടി രൂപയാണെന്ന് ദക്ഷിണ റെയിൽവേ പത്രക്കുറിപ്പിൽ അറിയിച്ചു. 3 സംസ്ഥാനങ്ങളിലായി 4 വോട്ടർ ഐഡികൾ ഉണ്ടെന്ന കേസിൽ നടൻ പ്രകാശ് രാജിനെതിരെ ബംഗളൂരു മജിസ്ട്രേറ്റ് കോടതി ജാമ്യമില്ലാ വാറന്റ് പുറപ്പെടുവിച്ചു. 3 തവണ സമൻസ് അയച്ചിട്ടും കൈപ്പറ്റാത്തതിനെ തുടർന്നാണിത്. ബംഗളൂരുവിലെ ശാന്തിനഗർ, തെലങ്കാനയിലെ സെരിലിംഗം പള്ളി, തമിഴ്നാട്ടിലെ വേളാച്ചേരി എന്നിവിടങ്ങളിലായി പ്രകാശ് രാജിന് 4 വോട്ടർ ഐഡികളുണ്ടെന്ന് ആരോപിച്ച് ശേഷാദ്രിപുരം സ്വദേശി കെ ദിലീപ് കുമാറാണ് പരാതി നൽകിയത്. വേളാച്ചേരിയിൽ 2 വോട്ടുണ്ടെന്നും പരാതിയിൽ പറയുന്നു. ലോകത്തെ ഏറ്റവും വലിയ LNG ദ്രവീകൃത പ്രകൃതിവാതകം ഹബ്ബായ ഖത്തറിലെ റാസ് ലഫാൻ ഇൻഡസ്ട്രിയൽ സിറ്റിയിലുണ്ടായ പൊട്ടിത്തെറിയിൽ 12 ഇന്ത്യക്കാരടക്കം 13 പേർ കൊല്ലപ്പെട്ടു. കൊല്ലപ്പെട്ട ഒറ്റൊരാൾ പാകിസ്ഥാനിയാണ്. ഇന്ത്യക്കാരടക്കം 66 പേർക്ക് പരിക്കേറ്റു. പ്രാദേശിക സമയം ഞായറാഴ്ച രാത്രി 10:30 റാസ് ലഫാനിന്റെ ഉള്ളിലുള്ള ബർസാൻ ഗ്യാസ് കേന്ദ്രത്തിലായിരുന്നു സംഭവം. ഇറാൻ യുദ്ധ പശ്ചാത്തലത്തിൽ നിർത്തിവെച്ചിരുന്ന പ്രവർത്തനങ്ങൾ പുനരാരംഭിക്കാൻ ശ്രമിക്കവെയാണ് പൊട്ടിത്തെറിയുണ്ടായത്. മെറ്റ കമ്പനി തങ്ങളുടെ പ്രമുഖ മെസ്സേജിംഗ് പ്ലാറ്റ്ഫോമായ വാട്സാപ്പിന്റെ പുതിയ ആഗോള മേധാവിയായി ഇന്ത്യൻ ഫിൻടെക് സ്ഥാപനമായ ക്രെഡ് സ്ഥാപകൻ കുനാൽ ഷായെ നിർമ്മിച്ചു. വിൽ കാത്കാട്ടിന് പകരക്കാരനായാണ് ഈ നിയമനം. ആഗോള സാങ്കേതിക രംഗത്ത് ഒരു ഇന്ത്യൻ സംരംഭകന് ലഭിക്കുന്ന ഏറ്റവും ഉയർന്ന പദവികളിലൊന്നാണിത്. നിലവിൽ വാട്സാപ്പ് മേധാവി വിൽ കാത്കാട്ട് തിങ്കളാഴ്ച എക്സ് പ്ലാറ്റ്ഫോമിലൂടെയാണ് ഈ പ്രഖ്യാപനം നടത്തിയത്. 2019 മുതൽ വാട്സാപ്പിനെ നയിച്ചിരുന്ന കാട്ടലായിരുന്നു. മെറ്റ കമ്പനി ക്രെഡിൽ ഏകദേശം $900 മില്യൺ നിക്ഷേപം നടത്താൻ ഒരുങ്ങുന്നു എന്ന വാർത്തകൾക്ക് പിന്നാലെയാണ് ഈ പുതിയ സംഭവ വികാസം. ഹോർമസ് കടലിടുക്ക് ഇറാനിയൻ ഭരണത്തിന് കീഴിൽ തന്നെ തുടരുമെന്നും യുദ്ധത്തിന് മുമ്പുള്ള അവസ്ഥയിലേക്ക് മടങ്ങില്ലെന്നും ഇറാൻ പാർലമെന്റ് സ്പീക്കർ മുഹമ്മദ് ബാഗർ ഗാലിബാഫ് പറഞ്ഞു. ന്യൂസ് ഡെസ്ക് ജന്മഭൂമി.